ദിയ കൃഷ്ണ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, നിങ്ങളൊരു ടോക്സിക് പാരൻ്റ് ആണ്. നമുക്കറിയാം ദിയയ്ക്ക് ഒരുപാട് ആരാധകരുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ദിയയ്ക്ക് ഹേറ്റേഴ്സും ഉണ്ട്. രണ്ടിനെയും ദിയ കുറുക്കി കൊള്ളുന്ന മറുപടിയുമായിട്ട് തന്നെയാണ് നിലനിർത്തിക്കൊണ്ടു പോകുന്നത്, അല്ലേ? ദിയ ഒരിക്കൽ പോലും സ്വന്തം ഇഷ്ടത്താൽ ഒരൊറ്റ വീഡിയോ പോലും ദിയ ഡിലീറ്റും ചെയ്യാറില്ല. കാരണം അവരുടെ എക്സ് ബോയ് ഫ്രണ്ട്സിൻ്റെ വീഡിയോ പോലും ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ കാണാനായിട്ട് കഴിയും. ഇവിടെ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. റെഡിറ്റ് എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തി ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു. ദിയയുടെ പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു പാരൻ്റാണ് ദിയ. ഗ്രാൻഡ് പാരൻസും അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടാണ് അവരതിനകത്ത് കുറിപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. പോസ്റ്റ് പാർട്ടം ഘട്ടത്തിലുള്ള ഒരു അമ്മയ്ക്ക് ഇത് പരുഷമായോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ തോന്നാം. പക്ഷേ പാരൻസ് എന്ന നിലയിൽ നിങ്ങൾ കുഞ്ഞിനോട് ചെയ്യുന്ന കാര്യങ്ങൾ തീർത്തും ഉത്തരവാദിത്തമില്ലായ്മയാണ്. ഇത് വായിക്കുമ്പോൾ ദിയ കൃഷ്ണയുടെ മൈൻഡ് വോയിസ് എനിക്ക് മനസ്സിലാകും. ഇത് എൻ്റെ കൊച്ച്, ഞാനാണ് ഇവൻ്റെ അമ്മ. ഒരു അമ്മയേക്കാൾ നന്നായിട്ട് കുഞ്ഞിന് എന്താണ് നല്ലതും ചീത്തയുമെന്ന് വേറെ ആർക്കും പറയാനായിട്ട് കഴിയില്ല. റെഡിറ്റിൽ കുറേ എന്തിനേയും കുറ്റം കണ്ടുപിടിക്കാൻ ഇരിക്കുന്നവരുണ്ട്. അവരെന്തും പറയട്ടെ, എനിക്കൊന്നുമില്ല, ഹി 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 എന്നായിരിക്കും. ദിയ എന്ത് കരുതുമെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ഇത്രയും നാൾ ഞാൻ സംസാരിക്കാതിരുന്ന കാര്യമാണ്. എന്നാൽ ഇത്രയും അസംബന്ധം കാണുമ്പോൾ സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു പോസ്റ്റ് ഇടുന്നത്. ഓക്കെ. അപ്പോൾ കുഞ്ഞിൻ്റെ പിൻഭാഗം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കുന്നത് അങ്ങേയറ്റം നിരുത്തരവാദിത്തമാണ്. യൂട്യൂബ് തന്നെ ആ വീഡിയോ നീക്കം ചെയ്തിട്ടുണ്ട്. ദിയ ഒരു ഷോർട്ട് ടൈം ഫോക്കസ് മാത്രം നോക്കുന്നയാളാണ്. ഭാവിയിൽ ഓമി നേരിടാൻ സാധ്യതയുള്ള ബുള്ളിങ്ങിനെ കുറിച്ച് ചിന്തിച്ചില്ല. 1 മാസം പ്രായമുള്ള കുഞ്ഞിനെ തിയേറ്ററിൽ കൊണ്ടുപോകുന്നു. ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷണലാണ്, നമുക്ക് ഫാക്റ്റുകൾ വച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ അവർ ആ ഒരു ഫാക്റ്റ് വെച്ചിട്ടാണ് ഇനിയുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. കാരണം അവരന്ന് സിനിമ തിയേറ്ററിൽ കുഞ്ഞിനെ കൊണ്ടുപോയത് വെച്ചിട്ടുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഒരു മാസം പ്രായമുള്ള കുഞ്ഞിനെ ഒന്നും തിയേറ്ററിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതല്ലേ. 1 മാസം പ്രായമുള്ള കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ്റെ കർണപടലം മെച്ചുറല്ല. അതായത് ഒരു സാധാരണ വ്യക്തിക്ക് സാധാരണ വ്യക്തിക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള വോയിസ് ഒരു ചെറിയ കുഞ്ഞിന് കേൾക്കാൻ പറ്റില്ല. വെറും 60 ഡെസിബൽ മാത്രമേ കുഞ്ഞിന് സൗണ്ട് താങ്ങാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒരു തിയേറ്ററിലെ സൗണ്ട് എന്ന് പറഞ്ഞാൽ 90 ഡെസിബലും അതിലും കൂടുതലുമാണ്. അതായത് നമ്മൾ ഈ ദിഗന്ധങ്ങൾ നടുങ്ങുമാർ ഉച്ചത്തിൽ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള സൗണ്ടാണ് തിയേറ്ററിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനോട് ചെയ്യുന്ന വല്ലാത്തൊരു ക്രൂരതയാണ്. ഇനി അടുത്തത്, എയർ കണ്ടീഷൻ ചെയ്ത സ്ഥലമാണ് തിയേറ്റർ, ശരിയാണ്. വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളും അവിടെ വരും. പരിമിതമായ സീറ്റുകളുള്ള ആഡംബര തിയേറ്റർ തിരഞ്ഞെടുത്താലും എയർ കണ്ടീഷൻ ചെയ്ത അന്തരീക്ഷത്തിൽ നേരിയ പനിയോ ജലദോഷമോ ഉള്ള ഒരാളുണ്ടെങ്കിൽ 1 മാസം പ്രായമുള്ള കുഞ്ഞിന് ന്യൂമോണിയ വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ വികസിച്ചിട്ടില്ല. വെളിച്ചവും ഉയർന്ന ശബ്ദവും താപനില വ്യത്യാസവും എല്ലാം തന്നെ കുഞ്ഞിന് അസ്വസ്ഥത ഉളവാക്കും. വളരെ കറക്റ്റാണ്. അടുത്തത്, കുറേ കാലം കുഞ്ഞിൻ്റെ മുഖം സോഷ്യൽ മീഡിയയിൽ കാണിക്കാതെ വലിയ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയ ശേഷം ഫോട്ടോകൾ പങ്കുവച്ചു. അപ്പോൾ ഇൻകം ഹൈക്കിനും കുറേ കൂടി കൊളാബറേഷനും വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അടുത്തത് കുഞ്ഞിൻ്റെ ഗ്രാൻഡ് പാരൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അവരോട് പറയുമ്പോൾ അവർ പറയുന്നത് വേറൊന്നുമല്ല, ഞങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ള ആളുകളാണ് എന്നുള്ള രീതിയിലാണ് ഗ്രാൻഡ് പാരൻസ് സംസാരിക്കുക, അതായത് ഓമിയുടെ പാരൻസ് സംസാരിക്കുക എന്ന്. അപ്പോൾ അവർക്കുള്ള മറുപടിയാണ്, പക്ഷേ നിങ്ങളുടെ കുട്ടികൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം എക്സ്പോഷർ ലഭിച്ച് വളർന്നിട്ടില്ല. കുഞ്ഞ് വളർന്നു കഴിയുമ്പോൾ അത് നിങ്ങൾ വിചാരിക്കുന്നത്ര രസകരമായിരിക്കുകയില്ല.
ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ത്രൂ ഔട്ട് കുട്ടികളെ കാണിക്കുന്നത് പേളിമാണി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ്. ബാക്കി എല്ലാവരും എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ എടുക്കും ഇടും എന്നുള്ളതല്ലാതെ ത്രൂ ഔട്ട് വീഡിയോകളിൽ കുഞ്ഞിനെ വെച്ചിട്ട് ചെയ്യുന്നത് പേളി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പരിണത ഫലമാണ് പറയുന്നത്. കുഞ്ഞ് വളർന്നു കഴിയുമ്പോൾ അത് നിങ്ങൾ വിചാരിക്കുന്നത്ര രസകരമായിരിക്കില്ല. പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത് അശ്വിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സുഹൃത്തെ, നിങ്ങൾ നിരാശപ്പെടുത്തുന്നു. അത് അശ്വിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം ഇത്രയാണ് ആ ഒരു വ്യക്തി റെഡിറ്റിൽ പങ്കുവച്ചിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ വളരെ ശരിയുള്ള കാര്യമാണ്. ദിയയെ സംബന്ധിച്ച് ദിയയുടെ നേച്ചർ അനുസരിച്ച് ദിയ എങ്ങനെയാണ് ഈ വീഡിയോയെ എടുക്കുക എന്നുള്ളതൊക്കെ മുൻകൂട്ടി ഒരു മുൻവിധിയോടുകൂടെ തന്നെ അവരെല്ലാം മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ദിയയെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് ദിയയുടെ ഫാമിലി തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ദിയയോ ദിയയുടെ ഫാമിലിയോ ഒന്നും ദിയയ്ക്ക് സപ്പോർട്ടുമായിട്ട് വന്നില്ല. കൂടാതെ ആ വീഡിയോ ഡിലീറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ ഇനി ആരെങ്കിലും ഇതേപോലെ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് തിയേറ്ററിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവരുത്. ശരിക്കും നിങ്ങൾ ചെറിയ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരത. നിങ്ങൾ പോയി കണ്ടോളൂ. നമ്മൾ സിനിമാ തിയേറ്ററിൽ പോകുന്നത് നമ്മുടെ മാനസിക സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? കുഞ്ഞിനെ, 1 മാസം പ്രായമുള്ള കുഞ്ഞിനെ സന്തോഷിപ്പിക്കാനല്ല. കുഞ്ഞിനെ പാലൊക്കെ കൊടുത്ത് ഉറക്കി വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ പോയിക്കോളൂ. അടുത്ത കുഞ്ഞ് ഉണരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എത്താനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ അതൊരിക്കലും ദിയ അറിഞ്ഞുകൊണ്ട് ചെയ്തതാവണം എന്നില്ല, അറിയാതെ പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഇനി ആരും ചെയ്യരുത്. അത്രയേ ഉള്ളൂ. താങ്ക് യു.